ജീസസ്, മേരി ആൻഡ് ജോസഫ്. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ജസ്റ്റിനച്ചന് മതബോധനത്തോടുണ്ടായിരുന്ന ആഭിമുഖ്യത്തെക്കുറിച്ചാണ്. തൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുദിന ജോലികളിൽ ഒന്നായിരുന്നു വേദപാഠം പഠിപ്പിക്കുക എന്നത്. ആദ്യമായാണ് എല്ലാ ദിവസവും വേദപാഠം പഠിപ്പിക്കുന്ന വൈദികനെ കാണുന്നതെന്ന അന്നത്തെ നേപ്പിൾസ് രൂപതയിലെ മെത്രാൻ്റെ വാക്കിൽ നിന്നും നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും അദ്ദേഹം വേദപാഠം പഠിപ്പിച്ചിരുന്നു. പലകകൾ കൊണ്ട് തൻ്റെ കൊച്ചുകുട്ടികാർക്ക് വേണ്ടി ചെറിയ ബെഞ്ചുകൾ പണിത് അതിൽ അവരെ ഇരുത്തി അദ്ദേഹം വേദപാഠം പഠിപ്പിക്കും. ചിലപ്പോൾ ഗാനങ്ങളിലൂടെയായിരിക്കും വേദപാഠം പഠിപ്പിക്കുന്നത്. മറ്റു ചിലപ്പോൾ ബൈബിളിൽ നിന്നും വിശുദ്ധരുടെ ജീവചരിത്രത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങളെടുത്ത് അവ പഠിപ്പിക്കും. അങ്ങനെ ഒരു 200ഓളം കുട്ടികൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിലൂടെയെല്ലാം ജസ്റ്റിനച്ചൻ മതബോധനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ദിവ്യാഹാന സഭ സ്ഥാപിക്കുന്നതിനുള്ള പ്രചോദനം എവിടെ നിന്നുള്ളതാണെന്ന ഒരു സഹോദരൻ്റെ ചോദ്യത്തിന് അല്പനേരത്തെ മൗനത്തിന് ശേഷം ജസ്റ്റിനച്ചൻ ഇങ്ങനെ പറഞ്ഞു: നിരന്തരമായുള്ള മതബോധനത്തിലൂടെ. സാർവത്രിക വിശദീകരണത്തിനായുള്ള ആധ്യാത്മിക പോരാട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയായുധം വേദപാഠം പഠിപ്പിക്കുക എന്നതായിരുന്നു. ഒരു വൊക്കേഷനിസ്റ്റ് എന്ന നിലയിൽ യുവതലമുറയെ ദൈവത്തോടും ദൈവവിളിയോടും അടുപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.